നമ്മുടെ ഭൂമിയിലെ ഏറ്റവും സ്കേറിയസ്റ്റ് ആൻഡ് ഈരിയസ്റ്റ് ആയിട്ടുള്ള പ്ലേസിൽ ഒന്നാണ് ദ ഐലൻഡ് ഓഫ് ഡോൾ, പാവകളുടെ ദ്വീപ്. യെസ്, പലതരത്തിലുള്ള പല ഘടനയിലുള്ള പല രൂപങ്ങളിലുള്ള ജീർണാവസ്ഥയിലെത്തിയ കാലുകളില്ലാത്ത, കൈകളില്ലാത്ത, കണ്ണുകൾ ചൂർന്നെടുത്ത പല രീതിയിലുള്ള ഡോൾസുകൾ കൊണ്ട് പാവകൾ നിറഞ്ഞ ഒരു ഐലൻഡ്. ഈ ഒരു ഐലൻഡിന്റെ സ്റ്റോറിയിലേക്ക് പോവാണെന്നുണ്ടെങ്കിൽ ഡോൺ സാന്റാന എന്ന് പറയുന്ന ഒരു വ്യക്തിയിലൂടെയാണ് ഈ ഒരു ഐലൻഡിലെ കഥ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. സോ ഫ്രണ്ട്സ്, AS മീഡിയയുടെ പുതിയ ലേറ്റസ്റ്റ് ഇൻഫോർമേറ്റീവ് എഡ്യൂക്കേഷണൽ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ദ ഐലൻഡ് ഓഫ് ഡോൾ. ഇത് മെക്സിക്കൻ സിറ്റിയിൽ യഥാർത്ഥത്തിൽ നടന്ന ഒരു ഇൻസിഡന്റ് ആണ്. ഐലൻഡ് ഓഫ് ഡോൾ. ആ ഒരു ഐലൻഡ് മൊത്തം തന്നെ കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ കൈകളില്ലാത്ത, കാലുകളില്ലാത്ത, ജീർണിച്ച അവസ്ഥയിലുള്ള ഡോളുകളാൽ നിറഞ്ഞിരിക്കുകയാണ്. സോ ഓൾറെഡി ഈ ഒരു സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത് ഡോൺ സാന്റന എന്ന് പറയുന്നൊരു വ്യക്തിയിലൂടെയാണ്. ആ ഒരു ഐലൻഡിൻ്റെയും സാന്റനയുടെയും ലൈഫ് തന്നെ മാറ്റിമറിച്ച ആ ദിവസം. യെസ്, ആ ഒരു ദിവസത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ആ ഒരു ഐലൻഡിലെ, ആ ഒരു ദ്വീപിലെ കനാലിൽ കാണപ്പെട്ട ഒരു കൊച്ചു പെൺകുട്ടിയുടെ മൃതദേഹം, ചേതനയറ്റ ശരീരം, അതാണ് ഈ ഒരു ഐലൻഡിനെ ഈ രീതിയിലേക്ക് മാറ്റിമറിച്ചത്. ആ ദിവസത്തിൽ നിന്നുമാണ് സാധാരണ ഒരു മനോഹരമായ ഐലൻഡിൽ നിന്നും പേടിപ്പെടുത്തുന്ന ഒരു ഐലൻഡായിട്ട് ആ ഒരു ദ്വീപ് മാറിയത്. ആ കുട്ടിയുടെ മൃതശരീരം കണ്ടെത്തിയപ്പോൾ ആ ഒരു ജലത്തിൽ ഒരു പാവ, ഡോള് ഒഴുകി നടക്കുന്നതായിട്ട് സാന്റന ശ്രദ്ധിച്ചു. ആ കുട്ടിയോടൊപ്പം ഉണ്ടായിരുന്ന പാവയാണ്. സാന്റന ആ കുട്ടിക്കൊരു ട്രിബ്യൂട്ടായിട്ട് ആ ഒരു പാവേനെ, ആ ഒരു ഡോളിനെ ഒരു മരത്തിൽ തൂക്കിയിട്ടു. ദിവസങ്ങൾ കടന്നുപോയി. ഓരോ ദിവസങ്ങൾ മുന്നോട്ട് പോകും തോറും ആ ഒരു ദ്വീപിനെ, ആ കുട്ടിയുടെ ആത്മാവ് വേട്ടയാടുന്നതായിട്ട് സാന്റനയ്ക്ക് ഫീൽ ചെയ്തു. പിന്നീട് ആ ആത്മാവിനെ ശാന്തമാക്കുവാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള പാവകൾ, ഡോളുകൾ കണ്ടെത്തുകയും വാങ്ങിക്കൂട്ടുകയും ആ ഐലൻഡിലെ ഓരോ മരങ്ങളിലായിട്ട് തൂക്കിയിടുവാനും തുടങ്ങി. പിന്നീട് ഈ ഒരു സാന്റനയുടെ ഈ ഒരു രീതി, അല്ലെങ്കിൽ ഈ ഒരു സമർപ്പണം, ആ കുട്ടിയുടെ ട്രിബ്യൂട്ട് അവസാനം ഒരു ഭ്രമമായിട്ട് മാറുകയാണ് ഉണ്ടായത്. അങ്ങനെ ആ ഒരു ഐലൻഡ് മുഴുവനും പാവകളാൽ നിറഞ്ഞു. സോ അറ്റ് ലാസ്റ്റ് 2001 സാന്റന ഒരു ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെടുകയുണ്ടായി. അതും 1950 ആ കുട്ടി എങ്ങനെയാണോ കനാലിൽ മരിച്ചു കിടന്നത്, അതേ സ്ഥലത്ത്, അതേ പോയിന്റിൽ, അതേ കനാലിൽ സാന്റനയും മരിച്ചു കിടന്നു. അതും ദുരൂഹമായ സാഹചര്യത്തിൽ. ആ മരണം ബാക്കി വെച്ചത് ശ്മശാനമായി മാറിയ, അതും പാവകളുടെ ശ്മശാനമായി മാറിയ ഒരു ദ്വീപിനെയാണ്. പിന്നീട് കാലങ്ങൾ കടന്നുപോയി. അദ്ദേഹത്തിൻ്റെ ഫാമിലി, സാന്റനയുടെ ഫാമിലി ആ ഒരു സ്ഥലം, ആ ഒരു ഐലൻഡ് പബ്ലിക്കിനായിട്ട് തുറന്നു കൊടുത്തു. നിലവിൽ അതൊരു ടൂറിസ്റ്റ് കേന്ദ്രമാണ്. നിരവധി ടൂറിസ്റ്റുകൾ വരികയും ആ സ്ഥലം സന്ദർശിക്കുകയും അവർ വരുന്ന എല്ലാവരും തന്നെ ഓരോ ഡോള് കയ്യിൽ കരുതുകയും ആ ഡോളുകൾ ആ ഒരു ഐലൻഡിൽ കൊണ്ടുവന്ന് ആ മരങ്ങളിൽ തൂക്കിയിടുകയും ആ കുട്ടിക്കും സാന്റനയ്ക്കും ഒരു ട്രിബ്യൂട്ടായി നൽകുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. സോ ദിസ് ഈസ് ദ സ്റ്റോറി ഓഫ് ദ ഐലൻഡ് ഓഫ് ദ ഡോൾ. സോ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. താങ്ക് യു സോ മച്ച്.